കെ.ടി. ജലീൽ ഇന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ വെറും ഒരു യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള പി.കെ. ഫിറോസിന് ഇത്രയും സാമ്പത്തികം എങ്ങനെയാണ് വന്നു ചേർന്നത്? ചർച്ചയാക്കേണ്ട ഒരു വിഷയമല്ലേ? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അത് കേട്ടതായേ ഭാവിക്കുന്നില്ല. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനാ നേതാവായിട്ടുള്ള പി.കെ. ഫിറോസ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇതുവരെ ഒരു വാർഡ് മെമ്പറോ ഒരു ബ്ലോക്ക് മെമ്പറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു MLA പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നതിന്റെ കണക്കിനെ സംബന്ധിച്ച് ജലീൽ പറഞ്ഞ ചില വാചകങ്ങളൊന്ന് കേട്ടെ. കാശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത്. എന്നിട്ട് ആ ഫണ്ട് എവിടെ? ആ കാലയളവിലല്ലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വില വരുന്ന 15 സെന്റ് സ്ഥലം പി.കെ. ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത്? കുന്ദമംഗലത്ത് തന്റെ വീടിനടുത്ത് അവിടെ ഏതാണ്ട് 1 കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു. ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന്?